വയനാട്ടിലെ ദുരന്തമുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട ഒരുവന് സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നാണ് തുടക്കം. ജോർജേട്ടൻ ഈ പോസ്റ്റിന് താഴെയിട്ട കമന്റാണ് ഈ കാണുന്നത്. മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജേട്ടന്റെ കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ്. ജോർജേട്ടന്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആദ്യം ഫോൺ കോളായാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നാട്ടുകാർ സമീപിച്ചത്. ജോർജേട്ടൻ കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എവിടെ കൊണ്ടുവരണം? അല്ല, നമ്മളിപ്പം മുലപ്പാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു തരണ്ടേ? അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കും. ഞാൻ അത് പറഞ്ഞിരിക്കും, എനിക്ക് കടി കിട്ടി, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വണ്ടി ഇരിക്കുവാണിപ്പം. വണ്ടി വിളിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇപ്പം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും. ഹലോ, ഞാൻ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്ത് വേണം, ക്ഷമമാണെങ്കിൽ എങ്ങനെ ലൈവിൽ വന്നിട്ട് എന്ത് വേണം പറയത്തിൽ അപ്പുറത്തേക്ക്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ഒരാളല്ല. ഞാൻ എന്റെ സമയം നോട്ടും കൊണ്ട് അപ്പുറത്തേക്ക് പോകാനാണ്. ഞാൻ ഇങ്ങനെ ആളെ പോസ്റ്റാണെന്ന് പോലും ഞാൻ കണ്ടില്ല. ഇന്നാണ് മനസ്സിലായത് ഇന്ന ആളാണ് ഈ പോസ്റ്റ് ഇട്ടത്. അപ്പോ ജോർജേട്ടൻ അബദ്ധം പറ്റിയതാണെന്ന് ജോർജേട്ടൻ കരുതി അതോടെ അവസാനിച്ചെന്ന്. ഇമാതിരി വഷളത്തരവും ഊളത്തരവും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ പഴയ കാലമല്ല. നാട്ടുകാർ പലവിധമാണ്. പലർക്കും ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്നായി. അങ്ങനെ ജോർജേട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരം അർപ്പിച്ചു. സ്വാഭാവികമായിട്ട് സൽപ്രവർത്തി ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് ആദരിക്കേണ്ടത് ഈ നാടിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. ആ ഫോട്ടോ കണ്ടേ, ആദരവ് ഏറ്റുവാങ്ങിയ ജോർജേട്ടൻ നിൽക്കണ നിപ്പ് കണ്ട. ചില വഷളന്മാർക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് പറയുന്നത് തെറ്റാണെന്നറിയാം. എന്നിരുന്നാലും വായി കിടക്കുന്ന നാവും ഉള്ളിലെ മാലിന്യവും അത് വീടുകളിൽ കാണിക്കുന്നതാണ് നല്ലത്. പുറത്ത് കാണിച്ചാൽ ചിലപ്പോൾ പലതരം ആൾക്കാരാണ്. എല്ലാവരും ചിലപ്പോൾ സഹിഷ്ണുതയോടെ കണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ തന്നെ ചില പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് പോകുന്നവരോ ആയിരിക്കില്ല. ചിലർക്ക് അതൊരു വൈകാരികതയാകും. ഇത്ര മാത്രം ദുരന്തമുഖത്ത് ഇമാതിരി തെമ്മാടിത്തരമൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലരുടെ അമർഷം ഉണ്ടാകുമെന്നേ. നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ദുരന്തമുഖത്ത് ചില മാലിന്യങ്ങൾ ഇതിനെ എല്ലാത്തിനെതിരെയും വ്യാജ പ്രചരണം നടത്തുന്ന കണ്ടില്ലേ. അതുപോലെ ഒന്ന് നടത്തിയതാണ്. ഇപ്പോൾ കൈകൊണ്ടാണ്, കാലുകൊണ്ടാണ്, മടലുകൊണ്ടാണ്, എന്താണെന്ന് ജോർജേട്ടനെ എന്നെ അറിയാൻ വയ്യ. ജോർജേട്ടൻ ആണയിടലും മാപ്പ് പറച്ചിലുമാണ്. പറഞ്ഞിട്ട് എന്ത് കാര്യം? വൈകിപ്പോയില്ലേ? അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ ആ ഓഡിയോ ഒന്നുകൂടെ കേട്ടെ. ജോർജേട്ടൻ കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എവിടെ കൊണ്ടുവരണം? അല്ല, നമ്മളിപ്പം മുലപ്പാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു തരണ്ടേ? അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കും. ഞാൻ അത് പറഞ്ഞിരിക്കും, എനിക്ക് കടി കിട്ടി, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വണ്ടി ഇരിക്കുവാണിപ്പം. വണ്ടി വിളിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇപ്പം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും. ഹലോ, ഞാൻ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്ത് വേണം, ക്ഷമമാണെങ്കിൽ എങ്ങനെ ലൈവിൽ വന്നിട്ട് എന്ത് വേണം പറയത്തിൽ അപ്പുറത്തേക്ക്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ഒരാളല്ല. ഞാൻ എന്റെ സമയം നോട്ടും കൊണ്ട് അപ്പുറത്തേക്ക് പോകാനാണ്. ഞാൻ ഇങ്ങനെ ആളെ പോസ്റ്റാണെന്ന് പോലും ഞാൻ കണ്ടില്ല. ഇന്നാണ് മനസ്സിലായത് ഇന്ന ആളാണ് ഈ പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ ഒന്നേ ജോർജേട്ടന് പറയാനുള്ളൂ, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ വെള്ളക്കള്ളറുള്ള ഒരൊറ്റ സാധനവും കുടിക്കില്ലേ. എനിക്ക് അബദ്ധം പറ്റിപ്പോയേ. ഇനി സോഷ്യൽ മീഡിയയിൽ ഒരിടത്തും ഞാൻ കമന്റ് പോലും ഇടില്ലേ എന്നിപ്പോൾ ആണയിട്ടുകൊണ്ട് നടക്കുകയാണ്. കുറച്ച് നടക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചിലർക്കൊരു പാഠമാകണമല്ലോ. അതിന് ഇമാതിരിയുള്ള ജോർജേട്ടന്മാർക്ക് ചില ആദരവോ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നത് കുറച്ച് നല്ലതാണെന്ന് പറയേണ്ടി വരികയാണ്.